ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. രൂപാന്തരീകരണം എന്ന് പറയുന്ന ആത്മീയ അനുഭവം സുവിശേഷങ്ങളിൽ പരാമർശിക്കപ്പെടുന്നു. യേശുക്രിസ്തുവിൻ്റെ രൂപാന്തരീകരണം. കർത്താവ് രൂപാന്തരീകരണ അനുഭവത്തിന് വേണ്ടി മലമുകളിലേക്ക് പോകുമ്പോൾ 3 പേരെ കൂട്ടത്തിൽ കൂട്ടി. ശ്ലീഹർ, ചെറിയ മനസ്സുള്ളവർ, വളരുന്ന മനസ്സുണ്ടായിരുന്നവർ, കേട്ടും പഠിച്ചും ധ്യാനിച്ചും വളർന്നുകൊണ്ടിരുന്നവർ. അവരായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ആ പ്രിയപ്പെട്ട ശിഷ്യർ, പത്രോസും യാക്കോബും യോഹന്നാനും. അവിടെ ചെന്നിരുന്ന് അവർ പലതും കേൾക്കാൻ തുടങ്ങി, പലതും മനസ്സിലാക്കാൻ തുടങ്ങി. മോശ സംസാരിക്കുന്നു, ഏലിയ സംസാരിക്കുന്നു, യേശുക്രിസ്തു സംസാരിക്കുന്നു, സ്വർഗം ആഘോഷിക്കപ്പെടുന്നു. അവരെല്ലാം ആസ്വദിച്ച് കാത്തിരുന്നു, കണ്ടിരുന്നു. അവസാനം അവർ പറഞ്ഞു, കർത്താവേ, റബി, ഗുരു, ഞങ്ങൾ കൂടാരങ്ങൾ തീർക്കട്ടെ, ഇവിടം വിട്ട് എന്തിനു പോകണം? അല്പം കഴിഞ്ഞപ്പോൾ സ്വർഗം മേഘങ്ങൾ ചായച്ച് സംസാരിക്കാൻ തുടങ്ങി. സ്വർഗത്തിൽ നിന്നുള്ളൊരു ശബ്ദം അവർ കേട്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അസ്വാഭാവികമായിട്ട് അവരൊന്നും കേട്ടില്ല. വളരെ സ്നേഹം നിറഞ്ഞ സ്വർഗത്തിൻ്റെ ഒരു അഡ്രസ്സിൽ, ഒരു അഭിസംബോധനയായി അവർ കേട്ടുള്ളൂ. പക്ഷേ ഈ 3 ശ്ലീഹരും മുഖം പൊത്തി മുഞ്ഞുമൊത്തി നിലത്ത് വീണു. അവരെ കർത്താവ് ശാസിച്ചില്ല, അവരെ തമ്പുരാൻ വഴക്ക് പറഞ്ഞില്ല, അവരിൽ ഒരു ഭൂതോച്ചാടനവും ഈശോ നടത്തിയില്ല, സ്വർഗം നടത്തിയില്ല, അവരെ തല്ലിയില്ല, അവരെ പുറത്താക്കിയില്ല, അവരെ നിർത്തി മടുപ്പിച്ചില്ല, അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കാതിരുന്നില്ല. എന്നിട്ടും സ്വർഗമൊന്ന് സംസാരിച്ചപ്പോൾ ഈ 3 പേരും മുഖം പൊത്തി നിലത്ത് വീഴുകയാണ്. ഞാനിങ്ങനെ ഈശോയോട് ചോദിക്കുകയാണ്, ദൈവമേ, എന്തുകൊണ്ട്? ഭയവികുലരായി അവർ മുഖം പൊത്തി നിലത്ത് വീണു. സ്നേഹിതരെ, ഒരു വശത്തു നിന്ന് പറയാം, ആ ദൈവിക അനുഭവം അപാരമായിരുന്നു, ആ ചെറുപ്പക്കാർക്കത് താങ്ങാൻ കഴിഞ്ഞില്ല എന്ന്. മറുവശത്തു കൂടി പറയാം, ദൈവം ഏറ്റവും വലിയ രഹസ്യം അവരുടെ കാതുകളിൽ മന്ത്രിച്ചു. അത് താങ്ങാൻ അവരുടെ ശരീരത്തിന് മനസ്സിനും ശേഷിയുണ്ടായിരുന്നില്ല. ഇതായിരുന്നു ആ വീഴ്ചയുടെ പിന്നിലെ രഹസ്യവും അപകടവും. ഹല്ലേലൂയ. സ്വർഗം പറഞ്ഞത് എന്താണ്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. പിതാവിൻ്റെ ശബ്ദമാണ്. സ്നേഹിതരെ, സത്യത്തിൽ പറഞ്ഞാൽ, എടാ മോനെ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നീ എൻ്റെ പ്രിയപ്പെട്ട പുത്രനാണ്. ഇതാണ് പിതാവ് പറഞ്ഞ ഭാഷ. ഇത് കേട്ടപ്പോൾ മുഖം പൊത്തി താഴെ പോയ മക്കൾ, സ്നേഹിതരെ, ഭയവിഹുലരായി അവർ താഴെപ്പോയി. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഈശോയെ പ്രസംഗിച്ച് ഒക്കെ ഞങ്ങൾ മടുത്തു. നീ ഞങ്ങളോടും പ്രസംഗിച്ച് മടുത്തിട്ടുണ്ടാവും. അച്ഛന്മാരാണല്ലോ നിങ്ങൾ, പ്രസംഗിച്ച് മടുത്തിട്ടുണ്ടാവും. പക്ഷെ ആത്മീയ പരിവർത്തനങ്ങൾ പ്രസംഗിക്കപ്പെടുന്നതും എത്രയോ കൺവെൻഷനുകളാണ് ഈ നമ്മുടെയൊക്കെ പശ്ചാത്തലങ്ങളിൽ നടക്കപ്പെടുന്നത്. എത്രയോ ജീവിത പുത്തൻ ആത്മീയ വഴികളാണ് നമ്മുടെ മുൻപിൽ തുറക്കപ്പെടുന്നത്. എന്നിട്ടും പ്രഘോഷിക്കപ്പെടുന്ന വചനം പോലെ സ്വീകരിക്കപ്പെടുന്നില്ലല്ലോ ദൈവവചനവും ദൈവസ്നേഹവും ദൈവാനുഭവവും ദൈവാത്മാവും. നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? സ്നേഹിതരെ, നിങ്ങളുടെ മക്കൾ നിങ്ങളോട് പ്രതിഷേധിക്കുന്നത്, മോനെ, ഇന്ന് ഞായറാഴ്ചയാണ്, കുർബാനയ്ക്ക് പോകൂ, പള്ളിയിൽ പോയി ദൈവത്തെ സ്നേഹിക്കൂ എന്ന് പറയുന്ന വാക്കിനോടാണ് നമ്മുടെ മക്കൾ പ്രതിഷേധിക്കുന്നത്. നാമും, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ഒപ്പം വിശുദ്ധിയിൽ നടക്കൂ എന്ന ദൈവവചനത്തോടാണ് നാം പലപ്പോഴും പ്രതിഷേധിക്കുന്നത്. വലിയ ഉൾക്കൊള്ളാൻ പറ്റാത്ത ആത്മീയ രഹസ്യമൊന്നുമല്ല, വളരെ ചെറിയൊരു ആത്മീയ രഹസ്യമായിരുന്നു സ്വർഗം ആ ശ്ലീഹരോട് പറഞ്ഞത്. ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. സ്നേഹിതരെ, നമ്മുടെ ആത്മീയതയിലെ ഏറ്റവും വലിയൊരു അപകടം
നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും ചെറിയ ആത്മീയ സത്യങ്ങളെ സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഒന്ന്, ദൈവം ജീവിക്കുന്നു എന്ന ആത്മീയ സത്യം സ്വീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മുൻപിൽ സാക്ഷ്യത്തിൽ സൂചിപ്പിച്ച ആ ചെറുപ്പക്കാരൻ്റെ ഓട്ടം, ഭ്രാന്തമായ ഓട്ടം അവിടം വരെ നീണ്ടത്. അവനോട് ആരെല്ലാം അവനതിനു മുൻപേ അവൻ്റെ കാറ്റക്കിസം ടീച്ചേഴ്സ്, അവൻ്റെ മാതാപിതാക്കൾ, അവൻ്റെ വികാരിയച്ഛൻ, അവൻ്റെ സിസ്റ്റേഴ്സ് ഒക്കെ അവന് എത്രയോ വട്ടം ഈ ആത്മരഹസ്യം പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവം നിന്റെ പിതാവാണ്, ദൈവം നിന്റെ യേശു നിന്റെ രക്ഷകനാണ്, പരിശുദ്ധാത്മാവ് നിന്റെ ജീവസഹായകനാണ്. എന്നിട്ട് എന്തിയെ ഈ ചെറുപ്പക്കാരന് ഇതൊന്നും ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കാനും അതിൻ്റെ ഫലങ്ങൾ കൊയ്യാനും പറ്റാതെ വന്നത്? അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാകണ്ടേ? സ്നേഹിതരെ, കൊച്ചു കൊച്ചു ആത്മീയ സത്യങ്ങളെ മനസ്സിലും ശരീരത്തിലും സ്വീകരിക്കാൻ പറ്റാത്തവണ്ണം എപ്പോഴാണ് നമ്മൾ ബലഹീനരായത്? എപ്പോഴാണ് നമ്മൾ ബലഹീനരായത്? അതിൻ്റെ രഹസ്യമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച ആ വിമോചനത്തിൻ്റെ, ഡെലിവറൻസിൻ്റെ ആത്മീയ കഥയിൽ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. അവിടെ അവൻ ദൈവരൂപത്തിലുള്ള ഒരു പയ്യനായിരുന്നെങ്കിലും അവനിൽ വസിച്ചിരുന്ന ആത്മാക്കൾക്ക് ഒരു നിയോഗമുണ്ടായിരുന്നു, മരണത്തിലെത്തിക്കുക. അതുകൊണ്ടാണ് അവൻ ശരീരം മുറിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ പുഞ്ചിരിയോടുകൂടി പാട്ടുപാടേണ്ടവൻ അട്ടഹസിക്കുന്നത്. അവൻ്റെ രൂപവും അവൻ്റെ ശബ്ദവും ഒന്നും തമ്പുരാൻ കൊടുത്തതുപോലെയല്ല, മാറിപ്പോയി. കാരണം എന്താ? ഇപ്പോൾ അവൻ നടക്കുന്നത് മരണത്തിലേക്കാണ്. ഇപ്പോൾ അവൻ നടക്കുന്നത് മരണത്തിലേക്കാണ്. പന്നി പോയി വീണ ജലത്തിലേക്കാണ് അവൻ പോകുന്നത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ദൈവസ്നേഹത്തെ ഉള്ളിൽ, ദൈവസ്നേഹം എന്ന് പറയുന്ന വലിയ രഹസ്യം ഉള്ളിൽ സ്വീകരിക്കാനാകാത്തവരെല്ലാവരും സ്വീകരിക്കുന്ന സന്ദേശം മരണത്തിൻ്റെ സന്ദേശമായിരിക്കും. ആ മരണത്തിൻ്റെ സന്ദേശം അതിശക്തിയോടുകൂടി ആവഹിച്ചാൽ ആർക്കും എതിലെയും പോകാം. ഏത് വഴി പോയാലും അവരെത്തിച്ചേരുന്നത് മരണത്തിലായിരിക്കും. ഏത് വഴി പോയാലും അവരെത്തിച്ചേരുന്നത് മരണത്തിലായിരിക്കും. കാരണം എന്താണെന്നറിയാമോ? അവരുടെ കാതുകൾ ഒരിക്കലും പ്രവാചകന്റെ ശബ്ദം കേൾക്കുകയില്ല. അവരുടെ ആത്മാവ് ഒരിക്കലും ദൈവവചനം ഓർത്തിരിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിശാച് നമ്മുടെ തമ്പുരാൻ കർത്താവിനെ പരീക്ഷിക്കാൻ വേണ്ടി മരുഭൂമിയിൽ വന്നില്ലേ? എന്താണ് അവൻ ചെയ്തത്? പലവട്ടം, 3 വട്ടം കർത്താവിനെ പരീക്ഷിക്കാൻ വേണ്ടി അവൻ ഒരുങ്ങുകയാണ്. അവൻ തമ്പുരാനെ പരീക്ഷിക്കാൻ വേണ്ടി ഒരുങ്ങുന്നതിനിടയിൽ ദൈവത്തിന്റെ വചനം, സങ്കീർത്തനം പോലും അവൻ ആവർത്തിച്ചുകൊണ്ട് കർത്താവിനെ കീഴടക്കാൻ നോക്കുക. പക്ഷെ യേശു ക്രിസ്തുവിന് അവനെ കീഴടക്കാനുള്ള ആത്മീയ ബലം കിട്ടിയത് സാത്താൻ കൺമുന്നിലെത്തിയപ്പോൾ അവൻ ദൈവവചനം ഓർത്തു. പ്രൈസ് ദി ലോർഡ്. നിയമാവർത്തന പുസ്തകമൊക്കെ തലങ്ങും വിലങ്ങും യേശു ക്രിസ്തു വചനമെടുത്ത് പറഞ്ഞ് സാത്താനെ ഓടിക്കുകയല്ലേ. കാരണം എന്താ? സാത്താൻ മുന്നിലെത്തിയപ്പോൾ ദൈവവചനം ഓർത്തു. നമ്മുടെ ശരീരങ്ങൾക്കും നമ്മുടെ മനസ്സിനും ഒന്നും കർത്താവിൻ്റെ വചനം ഓർക്കാനോ പ്രവാചകന്മാരുടെ ശബ്ദം കേൾക്കാനോ സാധ്യമല്ലാത്ത വണ്ണം ഈ ഭൂമിയിലെ തന്ത്രങ്ങൾ കൊണ്ട് നമ്മൾ സാത്താനോട് യുദ്ധം ചെയ്യുകയാണ്. ദേഷ്യത്തെ ദേഷ്യത്തോട് കൊണ്ട് കീഴടക്കും, ദേഷ്യത്തെ ദേഷ്യം കൊണ്ട് കീഴടക്കും, കാമത്തെ കാമം കൊണ്ട് കീഴടക്കാൻ വേണ്ടി നോക്കും, സമ്പത്തിനെ സമ്പത്ത് കൊണ്ട് കീഴടക്കാൻ നോക്കും, മുഷ്ടിയെ മുഷ്ടി കൊണ്ട് കീഴടക്കാൻ വേണ്ടി നോക്കും. അങ്ങനെ ഒരു ജ്ഞാനം പ്രവാചകൻ പറഞ്ഞു തരുന്നില്ല. അങ്ങനെ ഒരു ജ്ഞാനം ദൈവവചനം പറഞ്ഞു തരുന്നില്ല. സ്നേഹിതരെ, നമ്മൾ സാമുവേലിൻ്റെ 1-ാമത്തെ പുസ്തകത്തിൽ വലിയ ഒരു കാഴ്ച കാണും. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള, ഇഷ്ടപ്പെട്ട പഴയ നിയമത്തിലെ ഒരു രാജാവാണല്ലോ ആദ്യത്തെ രാജാവ് സാവൂൾ. ദൈവത്തിന്റെ ശബ്ദം സാമുവേൽ എന്ന് പറയുന്ന ഒരു പ്രവാചകനിലൂടെ ഓരോ ദിവസവും കേട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരുന്ന സാവൂൾ, ഫിലിസ്തീർക്കെതിരെ എപ്പോൾ യുദ്ധം ചെയ്യാൻ വേണ്ടി ശത്രുക്കൾക്കെതിരെ ഇറങ്ങിയാലും സാമുവേൽ പ്രവാചകൻ ദൈവിക ശബ്ദമെത്തും, തമ്പുരാന്റെ ശബ്ദമെത്തിക്കും, ദൈവിക ശബ്ദമെത്തും, പ്രവചനമെത്തും. അതനുസരിച്ച് യുദ്ധം ചെയ്താൽ ഏത് ശത്രുവും കീഴടങ്ങും. പക്ഷേ സാവൂളിന് അബദ്ധങ്ങൾ പിണയാൻ തുടങ്ങി, അബദ്ധം പറ്റാൻ വേണ്ടി തുടങ്ങി. എന്തായിരുന്നു സാവൂളിനെ പറ്റിയ അബദ്ധം? അനുസരണക്കേടിന്റെ പാപം ചെയ്ത് സാവൂൾ സ്വയം ബലഹീനനായി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ടു. അപ്രകാരം തിരസ്കരിക്കപ്പെട്ട ഒരു ദിവസം സാവൂളിനെതിരെ വീണ്ടും ശക്തമായ യുദ്ധം വരികയാണ്. ശത്രുക്കൾ അണിനിരന്ന് വരികയാണ്. സാവൂൾ ബലഹീനനായി ഇങ്ങനെ നിൽക്കുന്നു, സഹായം തേടുന്നു. സാമുവേലിനെ തേടി. സാമുവേൽ വന്നില്ല, സാമുവേൽ അവിടെ ഇല്ല. സാമുവേൽ സ്വർഗപ്രാപ്തനായി. സാവൂൾ പ്രവാചകന്മാരുടെ ദർശനം തേടി, ശബ്ദം തേടി, ആലോചന തേടി, ഉപദേശം തേടി, കിട്ടിയില്ല. സാവൂൾ വീണ്ടും ബലഹീനനായി. ശത്രു ഇതാ തൻ്റെ പാളയത്തിന് അരികിലെത്തിയിരിക്കുന്നു. ഇനി സാവൂളിന് പിടിച്ചു നിൽക്കാൻ ഒരു വഴിയുമില്ല. സാവൂൾ എന്താ ചെയ്തതെന്നറിയാമോ? സാവൂൾ ഒരു മിടുക്കനായിട്ടുള്ള രാജാവായിരുന്ന കാലത്ത് സാമുവേൽ പ്രവാചകനെ ഓരം ചേർത്ത് നിന്ന് തൻ്റെ രാജ്യം ഭരിച്ച കാലഘട്ടത്തിൽ തൻ്റെ രാജ്യത്തിൽ നിന്ന്, ഇസ്രായേലിൽ നിന്ന് മുഴുവൻ കൈനോട്ടക്കാരെയും, മുഴുവൻ ഭാവി പറച്ചിൽക്കാരെയും, മുഴുവൻ മന്ത്രവാദികളെയും മന്ത്രവാദിനികളെയും പുറത്താക്കിയിരുന്നു ഈ സാവൂൾ. ഇന്നിതാ
ഈ യുദ്ധത്തിന്റെ രാത്രിയിൽ സൗൽ നിസ്സഹായനായി നിൽക്കുകയാണ്. എന്താ സൗൽ ചെയ്തതെന്നറിയാമോ? വേഷം മാറി, മുഖം മാറി, ആരും കാണാതെ രാത്രിയിൽ ഒരു മന്ത്രവാദിനിയുടെ വീട്ടുപടിക്കൽ ചെല്ലുകയാണ്. എന്തുകൊണ്ട്? പ്രവാചകർ മിണ്ടുന്നില്ല, ദൈവം മിണ്ടുന്നില്ല, ദൈവവചനം ഓർക്കുന്നില്ല. ആയതിനാൽ ഇപ്പോൾ ഒരു വഴി മാത്രം, ഈ രാത്രി എന്നെ സഹായിക്കാൻ ഞാൻ എൻ്റെ ദേശത്ത് നിന്ന് പുറത്താക്കിയ ഒരു മന്ത്രവാദി വേണം, ഒരു മന്ത്രവാദിനി വേണം. സൗൽ ചെയ്ത വലിയ അബദ്ധമാണ്. മന്ത്രവാദിനിയുടെ ഉപദേശം ചെയ്യാൻ വേണ്ടി ചെന്ന് നിന്ന സൗളിന് കിട്ടിയതും കൊണ്ട് സൗൽ തിരിച്ചു പോന്നു. അല്ലെങ്കിൽ തപ്പിയതൊക്കെ ഏറെ അന്വേഷിച്ചു നോക്കി, സൗളിന് വിജയം കിട്ടിയില്ല. അവസാനം എല്ലാം നഷ്ടപ്പെട്ട സൗൾ ഇപ്രകാരം വചനത്തിൽ കുറിച്ചു വെച്ചിരിക്കുന്നു, സ്വന്തം വാളിന്മേൽ വീണു മരിച്ചു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. സത്യത്തിൽ സൗൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. സൗൾ പലരോടും തന്നെ കൊല്ലാൻ പറഞ്ഞു, ആരും സൗളിനെ കൊന്നില്ല. എന്നിട്ട് അവസാനം സൗൾ വാളിന്മേൽ വീണു മരിക്കുക. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കർത്താവ് നമ്മുടെ പരിസരത്ത് പ്രവാചക ശബ്ദങ്ങളിലൂടെ, ആത്മീയ ശബ്ദങ്ങളിലൂടെ, തിരുവചനത്തിലൂടെ എല്ലാ ദിവസവും സന്നിഹിതനാണ്. അപ്രകാരം നിരന്തരം സാന്നിധ്യമുള്ള ഒരു ദൈവവുമായിട്ട് ജീവിച്ചെങ്കിൽ മാത്രമേ ഈ ഭൂമിയിൽ വളരാൻ നമുക്ക് പറ്റുകയുള്ളൂ, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ നമുക്ക് നമ്മളുടെ ആത്മീയ അന്ധകാരം തുടരെ ആത്മീയ അന്ധകാരം നമ്മെ കീഴടക്കുമ്പോൾ, സ്നേഹിതരെ, ആത്മീയ അന്ധകാരം കീഴടക്കുന്നവരിൽ ആർക്കും പ്രവാചകരുടെ ശബ്ദം കേൾക്കാനോ ദൈവവചനം ഓർക്കാനോ കഴിയുകയില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ തീരുമാനങ്ങൾ തെറ്റിപ്പോവുകയും വീണ്ടും നമ്മൾ പരാജയപ്പെടുകയും ചെയ്യും. തീരുമാനങ്ങൾ തെറ്റിയാൽ അതിനർത്ഥം അന്ധകാരം നമ്മെ കീഴടക്കി എന്നാണ്. അന്ധകാരം നമ്മെ കീഴടക്കി കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെ സ്വഭാവം മാറും, നമ്മുടെ ശബ്ദത്തിൻ്റെ സ്വഭാവം മാറും, നമ്മുടെ പ്രവർത്തികളുടെ സ്വഭാവം മാറും, എല്ലാം മാറും. പിന്നീട് നാം നടക്കുന്നത് മുഴുവൻ നരകത്തിലേക്കാണ്, മരണത്തിലേക്കാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ആൽക്കഹോൾ ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത് എന്നതിന് പുറത്ത് എഴുതി വെച്ചിട്ടും ബോധപൂർവം അത് വാങ്ങിക്കഴിക്കുന്നതിൻ്റെ അർത്ഥം അത് തെറ്റാണ്, സത്യം തെറ്റാണെന്ന് നമ്മോട് പറഞ്ഞു തരുന്നൊരു ആത്മാവ് ഉള്ളിലുള്ളത് കൊണ്ടാണ് അവൻ നയിക്കുന്നത് മരണത്തിലേക്കാണ്. അറിഞ്ഞുകൊണ്ട് ദുഃഖമില്ലാതെ ചിരിച്ചുകൊണ്ട് മരണത്തിലേക്ക്, ആഘോഷമാണ് ഈ മരണമെന്ന് കരുതി നടന്നെടുക്കുകയാണ് നമ്മൾ. കാരണം നമ്മുടെ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് നമ്മുടെ ബുദ്ധി മന്ദീഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ദൈവം പക്ഷേ നമ്മെ സ്നേഹിക്കുന്നു. ഈശോ നമ്മെ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ച് നമ്മെ ബലപ്പെടുത്തി നമ്മെ രക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ആയതിനാൽ വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവവചനം കേട്ട് വിമോചിതരാകാൻ ഇഷ്ടം പോലെ അവസരങ്ങൾ നമുക്ക് തമ്പുരാൻ തരികയാണ്. ഒന്നല്ല, പല പ്രാവശ്യം നമുക്ക് അവസരങ്ങൾ തരികയാണ്. ദൈവശബ്ദം കേട്ട് ഉണർന്നെഴുന്നേറ്റ് നടക്കാൻ തമ്പുരാൻ ഇഷ്ടം പോലെ നമുക്ക് അവസരം തരികയാണ്. ആ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുന്നവർ ഭാഗ്യവാന്മാർ, ആ അവസരം കേട്ട് വളരുന്നവർ ഭാഗ്യവാന്മാർ. വീഴ്ചകൾ പലതും ഉണ്ടാവും, നമ്മുടെ ബലഹീനതയിൽ നമ്മൾ വീഴും, നമ്മൾ തളരും. എന്നാലും തിരിച്ചു വന്നാൽ കർത്താവ് വീണ്ടും നമുക്ക് അവസരം തന്ന് നമ്മെ സ്നേഹത്തിൽ അവൻ്റെ ശബ്ദം കേൾക്കാൻ നമ്മെ പഠിപ്പിക്കുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, യേശു ക്രിസ്തു ഉത്ഥാനത്തിന് ശേഷം പത്രോസ് ലീഹായുമായി ഒരു സ്നേഹ സംഭാഷണം നടത്തുന്നുണ്ട്. ആ സ്നേഹ സംഭാഷണത്തിനുള്ളിൽ, ആ ഡയലോഗിനുള്ളിൽ ഈശോ പത്രോസിനോട് 3 പ്രാവശ്യം ചോദിക്കും, പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് ഈശോയോട് 3 പ്രാവശ്യവും മറുപടി പറയും, ഈശോയെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പക്ഷേ ഈശോയ്ക്ക് ഈ പത്രോസിൻ്റെ സ്നേഹത്തിൽ വലിയ വിശ്വാസമൊന്നുമില്ല. കാരണം എന്താണെന്നറിയാമോ? ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഈ ധീരനായ പത്രോസിൻ്റെ കുറേ പ്രകടനങ്ങൾ ഈശോ കണ്ടത്. ഒന്നാമത്തെ പ്രകടനം, ഈശോയെ പിടിച്ചുകെട്ടി കൊണ്ടുപോകുവാനായി യൂതന്മാരുടെ പടയാളികളെത്തി. അവരെ അകലെ കണ്ടത് കയ്യിൽ വാളുമായി പത്രോസ് എടുത്തു ചാടി. ഒരൊറ്റ വെട്ട്, കഴുത്ത് ഛേദിച്ചു പോകേണ്ടതായിരുന്നു. കൊലപാതക കേസിൽ ജീവപര്യന്തം അകത്ത് പോകേണ്ടതായിരുന്നു പത്രോസ്. തമ്പുരാൻ കടാക്ഷിച്ചതുകൊണ്ട് കാത് മാത്രമേ ഛേദിക്കപ്പെട്ടുള്ളൂ. കാതെടുത്ത് കർത്താവ് വീണ്ടും തിരിച്ചു പ്രതിഷ്ഠിച്ചു. പത്രോസിനെ രക്ഷിച്ച് കൊണ്ടുപോയി. ഈശോയോട് സത്യത്തിൽ അപാരപ്പെട്ട സ്നേഹമുണ്ടായത് കൊണ്ടാണല്ലോ തമ്പുരാനെ തൊടാനായിട്ട് ഒരു കൈ നീളുന്നു എന്ന് കണ്ടത് അത് ഛേദിച്ചു കളഞ്ഞേക്കാം എന്ന് പത്രോസ് കരുതിയതും വാളെടുത്ത് വെട്ടിയതും. പക്ഷേ മണിക്കൂറുകൾക്ക് പുറം കർത്താവ് വീണ്ടും ഒരു കാഴ്ച കാണുകയാണ്. ഇത്രമാത്രം ആവേശവും ധൈര്യവും സ്നേഹവുമുള്ള പത്രോസ് തമ്പുരാൻ
അങ്ങ് ഒറ്റപ്പെട്ട് മാറി നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടത്തി വന്ന് ചോദിച്ചു, ചേട്ടായി, ഇന്നലെ വൈകുന്നേരം തങ്ങളെയും ഞാൻ ആ കൂട്ടത്തിൽ കണ്ടായിരുന്നല്ലോ, നിങ്ങളും ഇതേ കേസിൽ പ്രതിയല്ലേ, അല്ലെങ്കിൽ സാക്ഷിയെങ്കിലുമല്ലേ? പത്രോസ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞിട്ട് ജീവനും കൊണ്ട് ഓടുകയാണ്. കർത്താവ് അവിടെ നിന്ന് ആലോചിച്ചിട്ടുണ്ടാകും, ഈ പത്രോസിന് എന്നാ പറ്റി? ഇന്നലെ വൈകുന്നേരം ധീരനായൊരു യോദ്ധാവിനെ പോലെ ഒരു പുരുഷൻ, ഒരു പടയാളി, ആയുധമുറ അഭ്യസിച്ചൊരു പടയാളി വന്നപ്പോൾ അവന് നേരെ വാളുമായിട്ട് ചെന്ന് അവൻ്റെ കാത് വെട്ടി താഴെയിട്ട പത്രോസ് ഒരായുധമുറയും അറിയാൻ മേലാത്ത ഒരു സ്ത്രീ രാത്രിയിൽ വന്ന് ഇപ്രകാരം ചോദിച്ചപ്പോൾ ഭയപ്പെട്ട് ഓടുകയാണ്. കർത്താവിന് ഈ പത്രോസിൻ്റെ സ്നേഹത്തിൽ കാര്യമായ സംശയം തോന്നിയിട്ടുണ്ട്. ഈ പത്രോസിന് എന്ത് പറ്റി? പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യം പത്രോസിനോട് നിങ്ങൾക്കും ചോദിക്കാം. പ്രിയപ്പെട്ട പത്രോസ്, നിനക്ക് എന്തു പറ്റി? അപ്രകാരം സ്നേഹമുണ്ടായിരുന്ന നീ എന്തിനാ ഈ മണിക്കൂറുകൾക്കിപ്പുറം ഇപ്രകാരം ഒരു പണി ചെയ്തത്? നമുക്കൊക്കെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, സ്നേഹം എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയ ദാനത്തെ തിരിച്ചറിയുവോളം ഞാനും നിങ്ങളും നമ്മുടെ സ്നേഹത്തോട് ഈ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കണം. എനിക്കും എൻ്റെ സ്നേഹത്തിനും എന്ത് പറ്റി? ഈശോ പത്രോസിനോട് ചോദ്യം ചോദിക്കും, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന ചോദ്യത്തിൻ്റെ ഗ്രീക്ക് മൂലത്തിൽ ഇപ്രകാരമുള്ളൊരു പദമാണ് ഈശോ ഉപയോഗിക്കുന്നത്. അഗാപ്പെ എന്ന് പറയുന്ന പദമാണ് സ്നേഹത്തിന് വേണ്ടി കർത്താവ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ അർത്ഥം, നീ എനിക്ക് വേണ്ടി മുറിഞ്ഞ്, എനിക്ക് വേണ്ടി മരിച്ച്, രക്തം ചിന്തി സ്നേഹിക്കാൻ, സമർപ്പിച്ച് സ്നേഹിക്കാൻ തയ്യാറാണോ പത്രോസേ എന്നാണ് ചോദ്യം. പത്രോസിൻ്റെ മറുപടി എന്താണെന്ന് അറിയാമോ? ഈശോയെ തന്നെ ഞാൻ സ്നേഹിക്കുന്നു. പക്ഷെ പത്രോസ് ഉപയോഗിക്കുന്ന വാക്ക് ഫിലേയോ എന്ന വാക്കാണ്. ആ സ്നേഹത്തിന് അല്പം വ്യത്യാസമുണ്ട്. ആ സ്നേഹം സൗഹൃദങ്ങളിൽ അവസാനിക്കുന്നൊരു സ്നേഹമാണ്. കർത്താവെ, വൈകുന്നേരം കോടിമത വരെ നടക്കാൻ പോന്നാൽ നമുക്കൊരു സോഡ നാരങ്ങ വെള്ളം കുടിച്ച് വർത്തമാനം പറഞ്ഞിരിക്കാം, അത്രയും സ്നേഹമുള്ളൂ. 12 രൂപ അതിൻ്റെ വില ഞാനങ്ങ് കൊടുത്തേക്കാം. അതൊരു സ്നേഹപ്രകടനമാണ്, ഇല്ലേ? എൻ്റെ കാറിൽ ഞാനങ്ങ് പോകുമ്പോൾ നിന്നെ വേണമെങ്കിൽ തൊടുപുഴയ്ക്ക് കൊണ്ടുപോകാം, ഒരു സീറ്റ് ഫ്രീ ആയി കിടന്നാൽ. പക്ഷേ 3 പേരുണ്ടെങ്കിൽ നീ അടുത്ത KSRTCക്ക് പോരണം കേട്ടോ. സ്നേഹപ്രകടനമാണ്. പക്ഷെ എവിടെയോ ആ സ്നേഹം അവസാനിക്കുന്നുണ്ട്. പത്രോസ് തുറന്നു പറയുകയാണ്, കർത്താവെ, എനിക്ക് സ്നേഹമുണ്ട്, പക്ഷെ എൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഇതങ്ങ് തീർന്നു പോകുന്ന, ഇത് ചിതറിപ്പോകുന്ന, ഇത് കൺഫ്യൂസ്ഡ് ആകുന്ന, ഇത് ഇട്ടിട്ടോടുന്ന, ഇത് പെട്ടെന്ന് തളരുന്ന, ഇത് പെട്ടെന്ന് അന്ധകാരം ബാധിക്കുന്ന ഒരു സ്നേഹമാണ്. ഒരു സ്നേഹത്തിൻ്റെ രൂപമാണ്. ഒരു ലോകത്തിലാണ് ഞാൻ. മുറിവേറ്റൊരു സ്നേഹമാണ് എനിക്ക്. സ്നേഹമുള്ള സഹോദരന്മാരെ, ഞാൻ അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഈ വേളയിൽ നിങ്ങളോട് പരാമർശിച്ചത്? ബന്ധങ്ങൾ വളരാൻ അന്ധകാരം ആഗ്രഹിക്കുന്നില്ല. അത് കുടുംബത്തിലാകട്ടെ, സ്നേഹിതർക്കിടയിലാകട്ടെ, തിരുസഭയിലാകട്ടെ, ദൈവത്തിൻ്റെ മുൻപിലാകട്ടെ, പ്രകൃതിയോടാകട്ടെ, ബന്ധങ്ങൾ ദൈവാത്മാവിൽ ആയിരിക്കാൻ, ദൈവത്തിൻ്റെ ആത്മാവിൽ ഒരു ഭൂവിനെ സ്നേഹിക്കാൻ സാത്താൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവിൽ തൻ്റെ ഭാര്യയെ സ്നേഹിക്കാൻ ഭർത്താവിനെ അവൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ടല്ലേ തോബിത്തിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നു, അസ്മോദേവൂസ് എന്ന് പറയുന്ന ആ ചെകുത്താനുണ്ടല്ലോ, ആ ഭൂതം, ആ മണവറയുടെ വാതിൽക്കൽ അവൻ ഓരോ പ്രാവശ്യവും കാത്തിരിക്കുമായിരുന്നു. തോബിയാസ് കല്യാണം കഴിക്കുന്ന കാലഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ സാറ വിവാഹം കഴിക്കുന്ന സമയത്ത് ഈ അസ്മദേവൂസ് എന്ന് പറയുന്ന ഈ ഭൂതം അവിടെ കാത്തിരിക്കുമായിരുന്നു. എന്തിനാ? ആ ബന്ധം തകർത്ത് കൊന്നുകളയാൻ. അത് ബന്ധത്തെ കൊന്നുകളയുന്ന ഒരു ഭൂതമായിരുന്നെന്നാണ് വചനം പറയുന്നത്. അവനെ അവസാനം റഫായിൽ എന്ന് പറയുന്ന മാലാഖ വന്ന് കീഴടക്കി കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരു സ്നേഹം സ്ഥാപിക്കാൻ അവർക്ക് കഴിഞ്ഞത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ദൈവത്തെ ഇട്ടിട്ടോടാനും, മനുഷ്യനെ ഇട്ടിട്ടോടാനും, പ്രകൃതിയെ ഇട്ടിട്ടോടാനും, നമ്മെ തന്നെ ഇട്ടിട്ടോടാനും എപ്പോഴും അന്ധകാരം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ അന്ധകാരത്തെക്കുറിച്ചാണ് ഈ വഴിയിൽ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെ ഇട്ടിട്ടോടാനും, നമ്മുടെ ഈ ശരീരത്തെയും ആത്മാവിനെയും ഇട്ടിട്ടോടാനും, ഈ പ്രകൃതി ഇട്ടിട്ടോടാനും, നമുക്ക് ദൈവം തന്ന മനുഷ്യരെ ഇട്ടിട്ടോടാനും അന്ധകാരം നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനുവേണ്ടി അവൻ ചെയ്യുന്നത് എന്താണ്? യൂദാസിന്റെ ലേഖനത്തിൽ നാം വായിക്കും, ജന്തു സഹജമായവ, ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്ന, ജന്തുക്കളെ പോലെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നവ മാത്രം മനസ്സിലാക്കി ഇന്ദ്രിയ ലോകത്തിൽ അവയെ പരിണയിച്ച്, അവയെ സ്നേഹിച്ച്, അവയെ ആസ്വദിച്ച് നമ്മളങ്ങ് ജീവിച്ചു പോവുകയാണ്. അതിനുള്ളിൽ ദൈവസ്നേഹത്തിന് എവിടെ ഇടം? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ആത്മാവിൽ അന്വേഷിച്ചിട്ടുണ്ട്, കർത്താവേ, നിന്നോടും മനുഷ്യരോടും ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്ന ആഴമുള്ള സ്നേഹബന്ധങ്ങളെല്ലാം തകർന്നു പോകാനുള്ളതിൻ്റെ കാരണം എന്താണെന്ന്. ഉത്തരങ്ങളും കിട്ടാറുണ്ട് പലപ്പോഴും. ഏറ്റവും വലിയ ഉത്തരം, ദൈവം തന്ന സുന്ദരമായിട്ടുള്ള ഒരു ആത്മാവിൽ
മുറിവേൽക്കാത്തൊരു ആത്മാവിൽ കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സ്നേഹം നിക്ഷേപിക്കും. മുറിവേറ്റ വികാരങ്ങൾ ആ സ്നേഹത്തെ അടക്കി തീർക്കും. അത് പരിശുദ്ധാത്മ സ്നേഹം പ്രവർത്തിക്കാൻ അനുവദിക്കുകയില്ല. കർത്താവ് ദൈവത്തിൻ്റെ ആത്മാവ് കൂദാശകളിലൂടെയും അല്ലാതെയുമൊക്കെ പരിശുദ്ധാത്മാവിനെ നിരന്തരം നമ്മളിലേക്ക് നിക്ഷേപിച്ചു കൊണ്ടിരിക്കുകയാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ ആഴത്തിൽ വായിക്കുമ്പോൾ 5-6 വചനങ്ങളിലൊക്കെ നാം അത് കാണും, നാം അത് മനസ്സിലാക്കും. പരിശുദ്ധാത്മാവിൻ്റെ ഫലമാകുന്ന ആ സ്നേഹം, പരിശുദ്ധാത്മാവിൽ നിന്നുള്ള സ്നേഹം നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ നിന്നുള്ള സ്നേഹം കൊണ്ട് മാത്രമേ മനുഷ്യന് മുറിഞ്ഞും മരിച്ചും ജീവിച്ചും തളർന്നും സഹിച്ചും അവരെന്നെ സ്നേഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ഇതിനു മുൻപ് 1-2 കാര്യങ്ങൾ നമുക്ക് ഓർക്കണം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ദേവോസ് എന്ന് പറയുന്ന ഒരു ഭൂതത്തെ തോബിത്തിന്റെ പുസ്തകത്തിൽ നാം പരിചയപ്പെടും. അവന്റെ ലക്ഷ്യം സ്നേഹബന്ധങ്ങളെയും ആഴപ്പെട്ട ബന്ധങ്ങളെയും അത് ആരോടായാലും അത് തകർത്ത് കളയുക എന്നുള്ളതാണ്. അതിൻ്റെ മറ്റൊരു രൂപം അന്ധകാരത്തിൻ്റെ ഒരു ശക്തി എവിടെയെല്ലാം നന്മ സ്ഥാപിക്കപ്പെടുന്നുവോ, എവിടെയെല്ലാം ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടുന്നുവോ അതിനെ തകർക്കാൻ വേണ്ടി ഇരിപ്പുണ്ട്. അതുകൊണ്ട് അവൻ ചെയ്യുന്ന ചില തന്ത്രങ്ങളുണ്ട്. ഒന്ന്, ആത്മാവിനെ മുറിവേൽപ്പിക്കുക എന്നൊരു തന്ത്രമുണ്ട്. ആത്മാവിനെ മുറിവേൽപ്പിച്ചാൽ മനുഷ്യർക്ക് ആർക്കും സഹിച്ചു സ്നേഹിക്കാൻ കഴിവില്ലാതാകും. ഞാൻ ചില സന്ദർഭങ്ങളിലൊക്കെ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഞാൻ ഇന്നാളൊരു ദിവസം ഇങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യുകയാണ്. വാഹനത്തിൽ ഒരു പബ്ലിക് വാഹനത്തിൽ യാത്ര ചെയ്യുന്നു. KSRTC ബസ്സിൽ കുറേ കാലങ്ങൾക്ക് ശേഷം കയറിയിരുന്ന് യാത്ര ചെയ്തതാണ്. അപ്പോൾ എൻ്റെ മുൻപിലിരുന്ന് ഒരു അമ്മയുടെ തോളിൽ ഒരു കുഞ്ഞ് കിടന്ന് ഉറങ്ങിക്കിടക്കുക. ഒരല്പം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ചൂടും കാറ്റും പൊടിയുമൊക്കെ അടിച്ചിട്ട് ഈ കുഞ്ഞുണർന്നു. അമ്മയ്ക്ക് നല്ല അത്യാവശ്യം തിരക്കുണ്ട്. ഈ കുഞ്ഞുണർന്ന് അതിശക്തമായിട്ട് കരയാനും അസ്വസ്ഥപ്പെടാനും തുടങ്ങി. ദീർഘയാത്രയാണ്. അമ്മ കുറേ നേരം ഈ കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നോക്കി. പക്ഷെ വീണ്ടും കുഞ്ഞ് അലമുറയിട്ട് കരയുകയാണ്. ഞാൻ അതിൻ്റെ തൊട്ടുപുറകിലിരിപ്പുണ്ട്. ആ കുഞ്ഞെൻ്റെ കുഞ്ഞല്ല, ഞാൻ ആ കുഞ്ഞിനെ കാണുന്ന മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു മാലാഖ കുഞ്ഞ്, മിടുക്കനായിട്ടുള്ള ഒരു ആൺകുട്ടി. അവനെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് നോക്കാൻ തോന്നും. അത്രമാത്രം ഐശ്വര്യമാണ് ആ കുഞ്ഞിൻ്റെ മുഖത്ത്. പക്ഷെ അവൻ കരയുന്നുണ്ട്. കരയുമ്പോൾ ശബ്ദം അത്ര സുഖമില്ലെങ്കിലും അവൻ കരയുന്നത് കാണാനും ഒരു രസമുണ്ട്. ഒരു പാവം കൊച്ച്. ഒരല്പം കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്വന്തം അമ്മ, ഞാനിങ്ങനെ മനസ്സിലോർക്കുകയായിരുന്നു, എനിക്ക് ഈ കൊച്ചിനോട് ഇത്രമാത്രം സഹാനുഭൂതി തോന്നുന്നുണ്ടെങ്കിൽ ഈ അമ്മയ്ക്ക് എന്തോ ഒരു സ്നേഹമായിരിക്കുമെന്നൊക്കെ കരുതി ഞാൻ അമ്മയെ അപ്രീഷിയേറ്റ് ചെയ്ത് കുറേ അങ്ങ് പോയി. വണ്ടി ഒരു 10 കിലോമീറ്റർ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴാണ് ഈ അമ്മ ഈ കൊച്ചിനെ എടുത്തിങ്ങ് പിടിച്ചിട്ട് ഒരു കൂലിക്കിട്ട് പറഞ്ഞു, ഒന്ന് അനങ്ങാതിരിക്കും കൊച്ചെന്ന് പറഞ്ഞൊരു ഞെക്ക്. ഞാൻ ഇത് കണ്ട് പേടിച്ചു പോയി. അപ്പം എൻ്റെ മനസ്സ് വീണ്ടും ചോദിച്ചു, ഈശോയെ, എന്തിനാണ് ആ ചേച്ചി ഇപ്പം ആ കൊച്ചിനെ പിടിച്ചൊരു ഞെക്കി? വലിയ ഉപദ്രവമൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങളിനി പോലീസിലൊന്നും പോയി പരാതിയൊന്നും പറയണ്ട, അവരെ ആ അമ്മേനെ അന്വേഷിച്ച് പോകും. വലിയ ഉപദ്രവമൊന്നും ചെയ്തില്ല. എങ്കിൽ പോലും പെട്ടെന്നൊരു പ്രതികരണേ അമ്മയ്ക്ക് സഹിക്കുക വയ്യാതെ വന്നു. അപ്പം എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹം ചൊരിയാൻ സാധ്യതയുള്ള ഒരു മനുഷ്യരൂപമാണ് ഒരു കൈക്കുഞ്ഞൊരു ബേബി. ഒരു സുന്ദരനായിട്ടുള്ളൊരു കൈക്കുഞ്ഞെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്നേഹം ചൊരിയാൻ അപരിചിതർക്ക് പോലും തോന്നുന്ന ഒരു മനുഷ്യരൂപമാണ്. ആ മുഖത്തിൻ്റെ മുൻപിൽ പോലും ഇരുന്ന് സ്വന്തം അമ്മ ദേഷ്യപ്പെടുകയാണ്. കുഞ്ഞ് 3 പ്രാവശ്യം കരഞ്ഞതിൻ്റെ പേരിൽ. എന്തുകൊണ്ടത് വന്നു? സ്നേഹിതരെ, അമ്മയുടെ സ്നേഹം എത്രയോ നല്ല സ്നേഹമാണ്. ആ സ്നേഹത്തെ പോലും വിമ്മിഷ്ടപ്പെടുത്തി തകർത്ത് കുഞ്ഞിന് കൊടുക്കാതെ ഒഴുക്കി മാറ്റുന്ന ഒരു ഭൂതമുണ്ട്. അത് ആന്തരിക മുറിവിൻ്റെ ഒരു ഭൂതമാണ്.